ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് പറഞ്ഞാൽ മതി. Good morning Dubai. This is Anjali and welcome to day 2 of exploring solo. അപ്പൊ നമ്മുടെ ഗഫൂർക്ക് തന്ന ധൈര്യത്തില് ആദ്യം ഗോൾഡ് സൂക്ക് കാണാൻ അബ്ബറെ പിടിച്ചു പോവാണ് കേട്ടോ. ഈ ബോട്ടിന് പറയണ പേരാണിത്. ഒരു ദിറം ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രഡീഷണൽ ഗോൾഡ് മാർക്കറ്റ് കണ്ടുവരാം. മെട്രോ പിടിച്ച് പോണ്ടവർക്ക് അങ്ങനെ ആവാം കേട്ടോ. നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ദുബായ് ആണ് കേട്ടോ. പിന്നെ റിച്ച് ആയതുകൊണ്ട് ഒന്നും ബാർഗെയിൻ ചെയ്ത് വാങ്ങേണ്ടി വന്നില്ല. കണ്ണുകൾക്കൊക്കെ നല്ല കുളിർമയും കിട്ടി. ദേ പോയി ദാ വന്നത് ഇവിടെയാണ്. ചതുരമാണെന്നും പറഞ്ഞ് റെക്ടാംഗിൾ പണിഞ്ഞു വെച്ചതുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതിന് മോളിൽ കയറി കഴിഞ്ഞാൽ ഓൾഡ് ദുബായും ന്യൂ ദുബായും തമ്മിലുള്ള ഫുൾ വ്യൂ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഈ ദുബായ് സ്ക്വയറിന് മുന്നിൽ നിന്നെങ്കിലും ഒരു മാൻഡേറ്ററി പിക്ക് എടുക്കാന്ന് വെച്ചപ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ ഒരു പണിയും തന്നു. അവിടുന്ന് എസ്കേപ്പ് അടിച്ച് നമ്മൾ എത്തിയത് സോ കോൾഡ് മിനി കേരളയിലേക്കാണ് കേട്ടോ. കരാമയിലെ കാലിക്കറ്റ് പാരഗണില് കോഴിമുട്ടയുള്ള ചിക്കൻ ബിരിയാണി ചോദിച്ചപ്പോ ഈ പൂവും കിട്ടി. എനിക്ക് നാൺ വന്നു ഗൈസ്. കുണുങ്ങി സമയം നോക്കിയപ്പോഴത്തേക്കും സൺസെറ്റിനുള്ള മൂഡായി. പിന്നെ ഒന്നും നോക്കിയില്ല, വയറ്റി കിടക്കണ കോഴിക്കാലിനെ അങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഞാനും എന്റെ ചങ്ക് സെയിമും കൂടെ ഓട്ടം തുടങ്ങി. ജുമേറ ബീച്ച് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് കേട്ടോ. ഫഹദ് ഫാസിനെ വരുന്ന ഓട്ടം അവസാനം നമുക്ക് തന്നത് എന്താ നിങ്ങൾ തന്നെ കണ്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, ഈ ഒരു ഫീൽ ഉണ്ടല്ലോ. ഏതോ ഒരു കൂട്ടിന്ന് പുറത്തിറങ്ങി ഓടി വന്ന പോലെ ആയിരുന്നു എന്റെ കഥ പറച്ചില്. ചങ്കിന്റെ അടുത്ത് കഥ പറഞ്ഞ് വെറുപ്പിച്ചൊരു നേരം ആകുമ്പോഴത്തേക്കും ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഐഷും വിഷ്ണുവും എന്നെ തൂക്കി പോകുന്നുണ്ട് കേട്ടോ. കുറെ അടിപൊളി ഐറ്റംസ് കിട്ടിയതെല്ലാം മാക്കിന് തിന്നെങ്കിലും ഒന്നിന്റെയും പേര് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനും എന്റെ കൊക്കുപുഴും ഹാപ്പി ആയി തമാർ പടാറാവാൻ നോക്കുമ്പോ ഇങ്ങനൊരു സർപ്രൈസ്. താങ്ക് യു